എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചാലക്കുടി പുഴയിലുള്ള കൂടപ്പുഴ തടയണയിലാണ്. വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്ത ഇന്ന് പങ്കുവെക്കുകയാണ്. കാലത്ത് എഴുന്നേൽക്കുമ്പോൾ തന്നെ എനിക്ക് ആകെ ഒരു പ്രാർത്ഥനയുള്ളൂ, ഇന്ന് ആരുടെയെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഇടവരാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കാറുള്ളത്. പക്ഷേ ഇന്നും ഒരു മരണം നടന്നു. മരിച്ച ആൾ ചാലക്കുടി ചേനത്തനാട് സ്വദേശി തൂക്കുപറമ്പിൽ സാബു. ഈ ചേട്ടൻ എന്നും നമ്മുടെ ഈ കൂടപ്പുഴ തടയണയിൽ കുളിക്കാൻ വരുന്ന ആളാണ്. ഒത്തിരി നാളുകളായിട്ട് ഇവിടെ കുളിക്കാൻ വരുന്ന ആളാണ്. ഇന്ന് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഈ ചൂണ്ടിക്കാണിക്കുന്ന ഈ ഭാഗം കണ്ട, ഇത് ഈ തടയണയിൽ നിരവധി ഷട്ടറുകളുള്ള ഭാഗമുണ്ട്. ഈ ഷട്ടറുകളിലെല്ലാം കൃത്യമായിട്ട് ഇരുമ്പിൻ്റെ ഷട്ടറാണ് ഘടിപ്പിക്കേണ്ടത്. അതിനുള്ള ചാനൽ ഘടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ചാനൽ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ സാധിക്കും, ഇറിഗേഷൻ ഇവിടെ വെച്ചിട്ടുള്ള ഈ ചാനൽ അപൂർണമാണ്. ഇതിൻ്റെ നിർമ്മാണത്തിൽ വലിയ അപൊക്കമായിട്ടുള്ള ഇടപെടലുകൾ നടന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ നിർമ്മാണ രീതികൾ ശരിയല്ല. ഈ രണ്ട് ചാനലും വാട്ടർ ലെവലല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാനലിൻ്റെ ഇടയിൽ കൂടെ ഈ ഷട്ടർ ഇട്ടാൽ മതി. പക്ഷേ ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയിലേക്ക് വലിഞ്ഞു നിൽക്കുന്ന രീതിയിലേക്കാണ് എത്തുക. അതിൻ്റെ അർത്ഥം എന്താ? ഇവരുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവർ ചെയ്തിരിക്കുന്നത് ശരിയല്ലാത്ത രീതിയിലായതുകൊണ്ടാണ്. ഇതിൻ്റെ കുഴപ്പം ആരാണ് അനുഭവിക്കുന്നത്? ഇപ്പോൾ നിങ്ങൾക്കറിയാം, എൻ്റെ ഈ പിറകി കാണുന്ന സംഭവം കണ്ട, ഈ തെങ്ങിൻ്റെ പൂതരിച്ച ചോറുള്ള ഈ പലകയാണ് ഇത്രയും വലിയ ചാലക്കുടി പുഴയിലെ ഇത്രയും അവിടെ നിന്ന് വരുന്നത്. നിങ്ങൾ കാണുന്നില്ലേ, ഈ ചാലക്കുടി പുഴയിൽ നിന്ന് ഇത്രയും വരുന്ന ഈ വെള്ളം തടുത്തു നിർത്താൻ വേണ്ടി ഇറിഗേഷൻ്റെ ബുദ്ധിരാക്ഷസന്മാരായ ആളുകൾ കണ്ടെത്തിയേക്കുന്ന ഒരു തടയൽ സംഭവമാണ് ഈ പറയുന്ന ഈ പൂതരിച്ച തെങ്ങിൻ്റെ ഈ തടികൾ. നിങ്ങൾ കാണുന്നില്ല, ഈ തടികൾ, ഈ കഷ്ണങ്ങൾ വെച്ചിട്ടാണ് ഇത് അടച്ചു വെച്ചിരുന്നത്. ഇത് സാധാരണ ഇവിടെ ആറാട്ട് കിടക്കുമ്പോൾ വെള്ളം മുങ്ങാൻ വേണ്ടി, വെള്ളത്തിന് വേണ്ടിയിട്ടാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ ആറാട്ട് വരുമ്പോൾ ഇവിടെ ആളുകൾക്ക് മുങ്ങി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ പലക സിസ്റ്റം വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വേനൽക്കാലത്ത് വെള്ളം കെട്ടി നിർത്തി കരപ്രദേശങ്ങളിലുള്ള കിണറുകളിലും മറ്റും ജലത്തിന് ബുദ്ധിമുട്ട് വരുന്ന അവസ്ഥ മാറ്റാനും വേണ്ടിയിട്ടും കൂടിയാണ് ഈ പറയുന്ന മരപ്പാളികൾ വെച്ച് ഷട്ടർ സംവിധാനം ഇവിടെ ഏർപ്പെടുത്തുന്നത്. പക്ഷേ ഇവിടുത്തെ ഷട്ടർ സംവിധാനം എന്ന് പറഞ്ഞാൽ മരക്കഷ്ണങ്ങൾ അടുക്കി പറക്കി വെച്ചിട്ടുള്ളൊരു സംവിധാനമാണ്. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ വിഡ്ഢിത്തമാണെന്ന്. ഇവിടെ ഷട്ടർ സ്ഥാപിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഈ ഷട്ടർ സ്ഥാപിച്ചിരിക്കുന്ന പരിപാടികൾ ചെയ്തു വെച്ചേക്കുന്ന രീതിയാണ് ഞാൻ നിങ്ങളെ കാണിച്ചിരിക്കുന്നത്, ചാനൽ ചെയ്തു വെച്ചേക്കണത്. ഇനി ഇത് ഇറിഗേഷൻ ചെയ്തു വെച്ചേക്കണ പരിപാടി ഈ പൂതരിച്ച ചോറുള്ള ഈ തടിക്കഷ്ണങ്ങൾ ഇട്ട് വയ്ക്കുമ്പോൾ ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ, സാധാരണ ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഏപ്രിൽ പകുതിയൊക്കെ ആകുമ്പോൾ മഴ പെയ്തു തുടങ്ങുന്നതാണ് ഇവർ വിചാരം. പക്ഷേ മഴ പെയ്യാത്ത കാരണം കൊണ്ട് ഈ പലക അവിടെ തന്നെ ഇരുന്നു. അത് പൂതലിച്ച് ദ്രവിച്ച് അതിൻ്റെ 2-3 പലകൾ പോയി. ഇവിടെ വെള്ളത്തിലിറങ്ങിയ ഈ സാബു ചേട്ടൻ ഒഴുക്കിൽ പെട്ടു. ആ ചേട്ടൻ ഇവിടെ എത്തിക്കഴിയുമ്പോഴേക്കും കാല് ഈ പറയുന്ന തടയണയുടെ കാലപ്പുറത്തേക്കും ആളുടെ മറ്റു ബോഡി ഇവിടേക്കായിട്ട് നിന്നു. ഇതിൻ്റെ ഉള്ളിൽ പെട്ട കാരണം ആൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ആ പാവച്ചേട്ടൻ മരണപ്പെടുകയാണ് ഉണ്ടായത്. ഇത് അധികാരികളുടെ, ഇത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കഴിവ് കേട്. കാരണം ഇതുപോലെ നിങ്ങൾ പറഞ്ഞില്ലേ, ചാലക്കുടി പുഴയിൽ ഇത്രയും വെള്ളം സംരക്ഷിച്ച് നിർത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചേക്കണ തടി കഷ്ണങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ, തടി കഷ്ണങ്ങൾ. ഇതാണ് ഈ സംഭവം. ഇത് വെച്ചിട്ടാണ് ഈ ചാലക്കുടി പുഴയിലെ ഇത്രയും വെള്ളത്തിനെ ഒരു തടുത്ത് നിർത്തിക്കൊണ്ടിരുന്നത്. ഒരു ജീവൻ നഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ അടുത്ത് നിന്നിട്ടുണ്ടാകുമ്പോണെന്നറിയോ, ഈ പലകൾ ഇവിടെ നിന്ന് മാറ്റാണ്ട് ബോഡി എടുക്കാൻ പറ്റാത്ത സ്ഥിതിയായി. ഇപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മേലൂർ സൈഡിൽ കുളിക്കുന്ന പിള്ളേരുകൾ വൈകുന്നേരം കൂടെ കുളിക്കാൻ പറ്റുന്ന ചൂടല്ലേ, അവർ എങ്ങാനും വെള്ളത്തിൽപ്പെട്ട് നേരെ വരും നിങ്ങളുടെ. അപ്പോൾ ഇനിയും മരണങ്ങൾ സംഭവിക്കാം. ഇതിലേതെങ്കിലും രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാവണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. ചാലക്കുടി പുഴയിലെ കൂടപ്പുഴ തടയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ കൊല്ലിക്കാനുള്ള ഒരു കവാടമാക്കി നിങ്ങൾ മാറ്റരുത്. എത്രയോ പേർ ഇവിടെ കുളിക്കാൻ ഇറങ്ങി ഇതുപോലെ അപകടത്തിൽപ്പെടുന്നത്. അതിന് വേറെ കാരണങ്ങളുണ്ട്. പക്ഷേ ഇതുപോലെ മരണത്തിലേക്ക് തള്ളിവിടാനായിട്ടുള്ള ഒരു കമാനം ഒരുക്കി നിങ്ങളാരും ഭരണാധികാരികളോ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വയ്ക്കരുത്. ഇതിൽ സത്രമായ ഇടപെടലുകൾ ഭരണാധികാരികൾ ചെയ്യണം. നഗരസഭയും MLA യും MP ഉൾപ്പെടെ ആളുകൾ സത്രമായ ഇടപെടലുകൾ ചെയ്യണമെന്നാണ് പറയാനുള്ളത്. കൂടപ്പുഴ തടയണയിൽ കുളിക്കാനിറങ്ങിയ ചാലക്കുടി ചേനത്തനാട് സ്വദേശി തൂക്കുപറമ്പിൽ അന്തോണി സാബു 52 വയസ്സ് മരണപ്പെട്ടു. ചാലക്കുടി FC ഗോഡൌണിലെ ഡ്രൈവറാണ്. സ്ഥിരമായി കൂടപ്പുഴ തടയണയിൽ കുളിക്കാൻ വരുന്ന ആളാണ് സാബു. നീന്തൽ നല്ല വശമുള്ള സാബു തടയണയുടെ മേലൂർ ഭാഗത്താണ് കുളിക്കാനിറങ്ങിയതെന്ന് പറയപ്പെടുന്നു. പുഴയിൽ കുളിക്കാനിറങ്ങിയ സാബു തടയണയുടെ ഷട്ടർ ഇട്ടിരിക്കുന്ന ഭാഗത്തേക്ക് ഒഴുക്കിൽപ്പെട്ട് വരികയാണുണ്ടായത്. എന്നാൽ താൽക്കാലികമായി സ്ഥാപിച്ചിട്ടുള്ള മരപ്പാളികൾ കൊണ്ട് വെള്ളം തടഞ്ഞു നിർത്തുന്ന ഷട്ടറിൻ്റെ
പോലെ 1-2 പാളികൾ ഒഴുകിപ്പോയതിനാൽ അവിടെ രൂപാന്തരപ്പെട്ട വിടവിലൂടെ സാബുവിൻ്റെ കാൽ മരപ്പാളികൾക്കപ്പുറത്തേക്ക് വരികയും ശരീരം അനക്കാൻ പറ്റാതാവുകയും ചെയ്തതോടെയാണ് മരണം സംഭവിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവസ്ഥലത്ത് ഫയർഫോഴ്സും സിവിൽ ഡിഫൻസും എത്തിച്ചേർന്ന് മൃതദേഹം പുറത്തെടുക്കുന്നതിന് വേണ്ട ശ്രമങ്ങൾ ആരംഭിച്ചു. എന്നാൽ ശക്തമായ ഒഴുക്കുള്ളതിനാൽ മൃതദേഹം പുറത്തെടുക്കൽ ദുഷ്കരമായിരുന്നു. ഒടുവിൽ വെള്ളം തടഞ്ഞു നിർത്തുന്നതിനു വേണ്ടി സ്ഥാപിച്ച മരപ്പാളികൾ മാറ്റി ബോഡി പുറത്തെടുക്കുന്നതിന് വേണ്ട ശ്രമങ്ങൾ ആരംഭിച്ചു. വളരെ ശ്രമകരമായ പ്രയത്നങ്ങൾക്ക് ശേഷം മരപ്പാളികൾ നീക്കം ചെയ്യുകയും ഷട്ടറിനടിയിലൂടെ മൃതദേഹം തടയണയുടെ അപ്പുറത്തേക്ക് വരികയും ഫയർഫോഴ്സ് അംഗങ്ങൾ ബോഡി പുറത്തെത്തിക്കുകയും ചെയ്തു. ഇത്രയേറെ ഒഴുക്കുള്ള പുഴയിൽ വെള്ളം തടഞ്ഞു നിർത്തുന്നതിനു വേണ്ടി മരക്കഷ്ണങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരെ പ്രദേശവാസികൾ ശക്തമായ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. തടയണയിൽ വെള്ളം തടഞ്ഞു നിർത്തുന്നതിനു വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള ചാനൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അപാകതയുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു. മരിച്ച സാബുവിന് ഭാര്യ പ്രീതി, മക്കൾ ആൻഡോ, അനു. ആൻഡോ ഡിപ്ലോമ വിദ്യാർത്ഥിയാണ്. മകൾ അനു വനിതാ ഫുട്ബോൾ താരവും ശ്രീശങ്കര കോളേജിലെ ബികോം വിദ്യാർത്ഥിനിയാണ്. ഇക്കഴിഞ്ഞ ക്രാക്ട് ഫുട്ബോൾ ടൂർണമെന്റിൽ ശ്രദ്ധിക്കപ്പെട്ട പ്രകടനം നടത്തിയിരുന്നു. എല്ലാ വർഷവും കോൺട്രാക്ടർമാർക്കും അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കും ഫണ്ട് പോക്കറ്റിൽ കാശുണ്ടാക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു പ്രദർശനം മാത്രമാണ് ഈ ഷട്ടർ. പലപ്പോഴും പല ആൾക്കാരും മരിക്കുമ്പോഴും ആ ഷട്ടറിൻ്റെ പരിസരത്ത് വെച്ചിട്ട് അതിൻ്റെ അടിവശം കൃത്യമായിട്ട് ഷട്ടർ ലോക്ക് ചെയ്യാത്ത സിസ്റ്റം ഉള്ളതുകൊണ്ട് ആ അടികൂടെ വെള്ളത്തിൻ്റെ വലിവിൽ പോയിട്ട് പലരും കുടുങ്ങി. ഇതിന് മുന്നേ നിർമ്മല കോളേജിലെ പിള്ളേരടക്കം ആ ഷട്ടറിൽ പെട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാത്ത അവസ്ഥയിൽ വന്നിട്ടാണ് മരണം സംഭവിച്ചിട്ടുള്ളത്. ഇത് കൃത്യമായ രീതിയിലുള്ള ഒരു ഷട്ടർ സംവിധാനം വെച്ച് ആൾക്കാരുടെ ജീവനും സ്വത്തിനും സുരക്ഷിതമാകുന്ന രീതിയിൽ, അല്ലാണ്ട് കോൺട്രാക്ടർമാരുടെ പോക്കറ്റിലും മറ്റു ആൾക്കാരുടെ പോക്കറ്റിലും ഫണ്ട് വരാവുന്ന രീതിയിലല്ല ഇവിടെ ഷട്ടർ വയ്ക്കേണ്ടത്. ആൾക്കാർക്ക് സുരക്ഷിതമാവുന്ന രീതിയിൽ ഇത്രയും വെള്ളം വന്നിട്ട് ആ അടിയിലൊരു ഓട്ടയും വെച്ച് ആൾക്കാരെ കൊല്ലാൻ വേണ്ടി തൂക്കുകയറിന് പകരം പലകയുടെ 2 കഷ്ണം വെച്ച് കൊല്ലണ സിസ്റ്റം മാറ്റണം. ആൾക്കാരുടെ ജീവനും സ്വത്തിനും എന്തെങ്കിലും ഒരു ഉറപ്പ് കൊടുക്കണം. ഇത് മറ്റൊരു കാര്യം പറഞ്ഞത് ഇവിടുത്തെ മെമ്പർമാർ ജനപ്രതിനിധികളോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ വലിയ അപാകത വന്നിട്ടുണ്ട്. ചാനൽ നിർമ്മിച്ച് വെച്ചേക്കുന്നത് വാട്ടർ ലെവലില്ലാതെയാണ് ചാനൽ നിർമ്മിച്ച് വെച്ചിട്ടുള്ളത്. ഇത് വളരെ അപക്വമായിട്ടുള്ളൊരു ഇടപെടലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഈ പറയുന്ന ഇറിഗേഷൻ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച പറ്റിയെന്നാണ് വിലയിരുത്തുന്നത്. തീർച്ചയായും ഇതിൽ ഒരു വീഴ്ച ഉണ്ടാവും. കാരണം വെച്ചാൽ വെറും ഫണ്ടില്ലാണ്ടോ ഒരു 2000 രൂപ 1000 രൂപ കൊടുത്തിട്ടല്ല ഓരോ കൊല്ലവും ചെയ്യണേ. ലക്ഷങ്ങളും കോടികളും ഇവിടെ മുടക്കുന്നുണ്ട്. എന്തുകൊണ്ട് ആ വർക്കുകൾ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റണില്ല? ഫണ്ടില്ലായോ അതിന് ഉദ്യോഗസ്ഥരില്ലെങ്കിൽ ഇല്ലായോ അല്ല, അവരുടെ അഴിമതി തന്നെയാണ് അതിൽ പ്രകടമാണ്. പലപ്പോഴും ഇവിടെ ഈ പണി നടക്കുമ്പോൾ ഇവിടുത്തെ ആൾക്കാർ ഓരോ പ്രശ്നങ്ങൾ ഉന്നയിച്ചും പലപ്പോഴും കല്ല് തേപ്പ്, ആ പൊട്ടിച്ച കല്ല് വർഷങ്ങൾക്ക് മുന്നേ പൊട്ടിച്ചിട്ടാണ് കല്ല, ഇപ്പോഴും അത് അവിടെ കിടക്കുക. ഒരു മനുഷ്യനെ അവിടെ ഒന്ന് പതുക്കെ കാല് തന്നെ തല അടിച്ച് വീണ്ട ആ കല്ലുമ്മയാണ്. ഇത് അങ്ങനെ ആൾക്കാർ മരണപ്പെടാം. എല്ലാത്തിനും വഴി ഒരുക്കി വെച്ചേക്കാം. ആൾക്കാർ എങ്ങനെയൊക്കെ മരണപ്പെടണം അതിനുള്ള വഴികളൊക്കെ ഇവിടെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഇത്രയും കോടികൾ മുടക്കണം? ഇപ്പോൾ കഴിഞ്ഞ 1 വർഷം 2 വർഷത്തിനിടയ്ക്ക് കോടികൾ മുടക്കിയിട്ടുണ്ട്. അതിന് മുന്നും കോടികൾ മുടക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ പണി ചെയ്യാൻ പറ്റണില്ല? എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഗവൺമെന്റിന് സാധിക്കില്ല എന്നുള്ളത് വളരെ പ്രതിഷേധകമായ ഒരു കാര്യമാണ്. ഇത് ആർക്കും അറിയാത്ത കാര്യങ്ങളല്ല, ഇത് അറിഞ്ഞുകൂട്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഇതെന്തിനാ ഈ എല്ലാ വർഷവും ഇത്രയും ഫണ്ട് മുടക്കണേ? ഈ മുടക്കണ കാശിൻ്റെ കൂടെ കുറച്ച് പൈസ കൂടി ഒരു ഫിക്സഡ് ആയിട്ട് മര്യാദയ്ക്ക് അടികൂടെ വെള്ളം വലിവില്ലാണ്ട് കൃത്യമായ മേളികൂടെ വെള്ളം പോകുന്ന രീതിയിൽ നല്ലൊരു ഷട്ടർ വയ്ക്കാൻ അറിയില്ല. ബാക്കി എത്രയോ ചെക്ക് ഡാമുകളിലും ഈ സിസ്റ്റം ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് ഇവിടെ മാത്രം ഇത് ചെയ്യാണ്ടിരിക്കുന്നത്? ആൾക്കാരെ കൊല്ലാൻ വേണ്ടി മാത്രമല്ല ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഒരു ഉദ്ദേശം ഇതിന് കാണിച്ചു തരാൻ പറ്റുമോ? നമ്മുടെ ഈ ലോകത്ത് എല്ലാവരും ഇങ്ങനത്തെ ഷട്ടറാണെങ്കിൽ നമുക്ക് സമ്മതിക്കാം. ഇത് ഇവിടെ മാത്രം ആൾക്കാരെ കൊല്ലാനും ഓരോ ദിവസവും എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ ഈ അടുത്ത് തന്നെ എത്ര മരണങ്ങൾ നടന്നു? എന്തെങ്കിലും ഒരു ശ്രദ്ധ ഈ കാര്യത്തിലുണ്ട്? ഇപ്പോൾ ഈ ഷട്ടറിൽ തന്നെ പോയി എത്ര ആൾ മരിക്കുന്നു? ഇത് കണ്ടിട്ടെങ്കിലും പഠിക്കണ്ടേ?
അറിഞ്ഞു ഇതിന് മുന്നേ നടന്നു അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ കുഴപ്പമില്ല. ആൾക്കാർ പോകുമ്പോഴെങ്കിലും പഠിക്കണ്ടേ.